ഹായ്. സോ യൂണിറ്റ് 3-ലെ ഫിസിക്കൽ ഫാർമസ്യൂട്ടിക്സ് യൂണിറ്റ് 3-ലെ 3rd യൂണിറ്റിലെ സസ്പെൻഷൻസ് എന്നുള്ള ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നൗ വി വിൽ ബി ഡീലിംഗ് വിത്ത് എമൽഷൻസ്. സോ ആക്ച്വലി ദിസ് ഈസ് ഓൾസോ എ കണ്ടിന്യൂഷൻ ഓഫ് വാട്ട് യു സ്റ്റഡീഡ് ഇൻ യുവർ ഫസ്റ്റ് ബി.ഫാം. എമൽഷൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഒക്കെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ ഫസ്റ്റ് പഠിച്ചതാണ്. സോ അപ്പോൾ പഠിച്ച പല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ ഇനി രണ്ടാമത് പറയുന്നതിൽ അർത്ഥമില്ല. സോ നിങ്ങളടുത്ത് പഴയ നോട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ റീഡ് ദാറ്റ് ഫോർ ഗെറ്റിംഗ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ആദ്യം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. സോ അവർ സ്റ്റഡി സ്റ്റാർട്ട് വിത്ത് ദി ഡെഫിനിഷൻ ഓഫ് എമൽഷൻസ്. സോ എമൽഷൻസ് ആർ thermodynamically unstable system, biphasic system, which consists of at least or minimum 2 immiscible liquid phases, in which one of the immiscible phase, which is the dispersed phase, is converted into tiny globules and is dispersed in the dispersion medium. അതുകൊണ്ട് കഴിയുള്ള ഡെഫിനിഷൻ. ആൻഡ് ദി സിസ്റ്റം ഈസ് സ്റ്റെബിലൈസ്ഡ് ബൈ ആഡിങ് ആൻ എക്സ്റ്റേണൽ ഏജൻറ്റ് കോൾഡ് എമൽസിഫയിങ് ഏജൻറ്റ്. എമൽസിഫയിങ് ഏജൻറ്റ് ആഡ് ചെയ്താൽ മാത്രമേ സിസ്റ്റം സ്റ്റേബിളായിട്ട് നിൽക്കുകയുള്ളൂ. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. Emulsion is a thermodynamically unstable system consisting of at least 2 immiscible liquid phases, one of which is dispersed as globules in the other liquid phase, stabilized by the presence of an emulsifying agent. So first semester already നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും what are the advantages and disadvantages of emulsions. അതുപോലെ തന്നെ types of emulsions, mainly oil in water type of emulsion, water in oil type of emulsions, micro emulsions, nano emulsions. Then you studied about emulsifying agents. Emulsifying agents in the classification, mechanism of action. ഇതെല്ലാം നിങ്ങൾ പഠിച്ച കാര്യമാണ്. Then you studied about the different identification tests for emulsions like dye test, cobalt chloride test, fluorescence test. ഇതുപോലുള്ള പല ടെസ്റ്റുകളും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. Then the instability problems in emulsions like creaming, coalescence, flocculation, phase inversion, ബ്രേക്കിംഗ്, ഇതെല്ലാം ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. നിങ്ങൾ 4th സെമസ്റ്റർ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് തിയറീസ് ഓഫ് എമൽസിഫിക്കേഷനാണ്. അപ്പോൾ തിയറീസ് ഓഫ് എമൽസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു മൈറ്റ് ബി ഓൾറെഡി നോയിങ് ദാറ്റ് ഇഫ് യു ആഡ് എ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് എമൽസിഫയിങ് ഏജൻറ്റ് യു വിൽ ഗെറ്റ് എ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് എമൽഷൻ. ഓൾസോ that emulsifying agent is stabilizing the emulsion. അപ്പോൾ emulsifying agent രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. it decides the type of emulsion formed or kind of emulsion formed. ഇപ്പോൾ സോഡിയം മെറ്റൽ സോപ്പ്, സോഡിയത്തിൻ്റെ സോപ്പ് ഇറ്റ്സ് എ മോണോവാലൻ മെറ്റൽ സോഡിയം. ഇറ്റ് ഗിവ്സ് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ഓഫ് എമൽഷൻ ഓൾവേസ്. അപ്പോൾ എന്തുകൊണ്ടാണ് സോഡിയം മെറ്റൽ സോപ്പ് ആഡ് ചെയ്യുമ്പോൾ ഓയിൽ ഇൻ വാട്ടർ എമൽഷൻ ഫോം ചെയ്യുന്നത്? നേരെ മറ്റൊരു ഡൈവാലൻ മെറ്റൽ സോപ്പാണ് നിങ്ങൾ ആഡ് ചെയ്യുന്നത്, ലൈക്ക് കാൽഷ്യം സോപ്പ്, യു വിൽ ബി ഗെറ്റിംഗ് എ വാട്ടർ ഇൻ ഓയിൽ കൈൻഡ് ഓഫ് എമൽഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ആ കൈൻഡ് എമൽഷൻ തരുന്നത്? ഈ കൈൻഡ് ഓഫ് എമൽഷൻ ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറീസ് ഉണ്ട്. then എന്തുകൊണ്ടാണ് എമൽസിഫയിങ് ഏജൻറ്റ് ആഡ് ചെയ്യുമ്പോൾ സ്റ്റെബിലിറ്റി കിട്ടുന്നത്? ആ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറീസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ തിയറീസ് ഓഫ് എമൽസിഫിക്കേഷനിൽ പഠിക്കാൻ പോകുന്നത്. യു വിൽ ബി എക്സ്പ്ലെയിനിങ് ദി സ്റ്റെബിലിറ്റി ആസ് വെൽ ആസ് ദി കൈൻഡ് ഓഫ് എമൽഷൻ ഫോംഡ്. സോ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന 4 തിയറികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഫിലിം തിയറി ഓർ അഡ്സോർപ്ഷൻ തിയറി. ഇതിനെ അഗെയിൻ സബ് കാറ്റഗറൈസ് ചെയ്യാം 3ആയിട്ട്: മോണോമോളിക്കുലർ അഡ്സോർപ്ഷൻ തിയറി, മൾട്ടി മോളിക്കുലർ അഡ്സോർപ്ഷൻ തിയറി ആൻഡ് പാർട്ടിക്കുലേറ്റ് അഡ്സോർപ്ഷൻ തിയറി. So monomolecular adsorption theory is mainly shown by surfactants. When surfactants emulsifying agent ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ they form a monomolecular film over a monomolecular continuous film over the dispersed globules. അപ്പോൾ ഇതിനൊരു എക്സാമ്പിളായി പറയുന്നത് when we use a mixture of sodium cetyl sulfate and cholesterol as emulsifying agent, it forms a continuous monomolecular film around the tiny globules. സാധാരണ ഇതിൽ ഒരു സർഫാക്റ്റൻ്റ് ആയിരിക്കില്ല യൂസ് ചെയ്യുക, ഒരു മിക്സ്ചർ ഓഫ് സർഫാക്റ്റൻസ് ആയിരിക്കും നമുക്ക് വേണ്ട HLB വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ സോഡിയം സീറ്റൈൽ സൾഫേറ്റും കൊളസ്ട്രോളും ഒരു മിക്സ്ചർ എമൾസിഫയിങ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഫോംസ് എ continuous monomolecular film around tiny globules and thereby impart stability to the emulsion. പക്ഷേ എല്ലാ കേസിലും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. സപ്പോസ് വി ആർ റീപ്ലേസിങ് കൊളസ്ട്രോൾ വിത്ത് ഒലീൽ ആൽക്കഹോൾ, സോഡിയം സീറ്റൈൽ സൾഫേറ്റിൻ്റെയും ഒലീൽ ആൽക്കഹോളിൻ്റെയും ഒരു മിക്സ്ചറാണ് യൂസ് ചെയ്യുന്നതെന്ന് കരുതുക. അങ്ങനെ വരുമ്പോൾ ഇറ്റ് ഡസൻ ഫോം എ കണ്ടിന്യൂസ് ഫിലിം ആൻഡ് ദാറ്റ് എമൽഷൻ വിൽ നോട്ട് ബി സ്റ്റേബിൾ. അപ്പോൾ എപ്പോഴും ഒരു കണ്ടിന്യൂസ് ഫിലിം ഫോം ചെയ്ത് തരുന്ന എമൾസിഫയിങ് ഏജൻസിനെയാണ് നമ്മൾ ചൂസ് ചെയ്യുക. ദെൻ മൾട്ടി മോളിക്കുലർ അഡ്സോർപ്ഷൻ പറയുന്നത് എ മൾട്ടി മോളിക്കുലാർ ഫിലിം
is formed around the globules which prevent their coalescence. This is shown by hydrophilic colloids as surfactants. Hydrophilic colloidsനെ നമ്മൾ എമൾസിഫൈങ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് ലൈക്ക് ഗംസ്, നാച്ചുറൽ ഗംസ് ലൈക്ക് ട്രഗകാന്ത്, അക്കേഷ്യ, ഇതൊക്കെ ഇൻസ്റ്റെഡ് ഓഫ് ഫോമിങ് എ മോണോമോളിക്കുലർ ഫിലിം ദേ ഫോം എ മൾട്ടിമോളിക്കുലർ ഫിലിം ആൻഡ് സ്റ്റെബിലൈസ് ദി എമൽഷൻ. ഇനി പാർട്ടിക്കുലേറ്റ് ഫിലിം തിയറി ഉണ്ട്. പാർട്ടിക്കുലേറ്റ് ഫിലിം തിയറി പറയുന്നത് some mineral clays like bentonite, weigum, they form a rigid film of solid particles around the globules. ഈ rigid film will prevent the coalescence or flocculation of globules and impart stability to the emulsion. ഇതാണ് ഫിലിം ഓർ അഡ്സോർപ്ഷൻ തിയറീസ് പറയുന്നത്. രണ്ടാമത്തെ തിയറി എന്ന് വെച്ചാൽ ഇൻ്റർഫേഷ്യൽ ടെൻഷൻ തിയറിയാണ്. ഇൻ്റർഫേഷ്യൽ ടെൻഷൻ തിയറി പറയുന്നത് the mixing of immiscible liquids is prevented by the interfacial tension between the two phases. ഈ interfacial tension ആണ് മിക്സിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. when surfactants are added they reduce this interfacial tension and allow the immiscible phases to mix together. interfacial tension കുറയ്ക്കുന്നത് വഴി ഈ the force which prevents the mixing is interfacial tension, അതിനെ ഓവർകം ചെയ്യുകയും അതുവഴി മിക്സിംഗ് ഓഫ് ഇമ്മിസിബിൾ ഫേസ് നടക്കുകയും ചെയ്യുന്നതാണ് ഇൻ്റർഫേഷ്യൽ ടെൻഷൻ തിയറി പറയുന്നത്. മൂന്നാമത്തെ തിയറി എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ റിപ്പൽഷൻ ഓർ ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ തിയറിയാണ്. ഇത് പറയുന്നത് DLVO തിയറിയിൽ പറഞ്ഞ പോലെ തന്നെ, അതായത് ഒരു ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ഈസ് ഫോംഡ് ഓവർ ദി സർഫേസ് ഓഫ് ടൈനി ഗ്ലോബ്യൂൾസ് ഓഫ് ദി ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ദിസ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ പ്രിവെൻറ്റ്സ് ദി coalescence and impart stability. അപ്പോൾ ഇത് അയോണിക് surfactants which ionize when it is added to the emulsion, അത്തരത്തിലുള്ള അയോണിക് സർഫാക്റ്റൻസിൻ്റെ കേസിലാണ് ഈ ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ തിയറി വർക്ക് ചെയ്യുക. അത് മാത്രമല്ല ഇത് ഇറ്റ് ക്യാൻ എക്സ്പ്ലെയിൻ ദി സ്റ്റെബിലിറ്റി ഓഫ് ഓയിൽ ഇൻ വാട്ടർ കൈൻഡ് ഓഫ് എമൽഷൻ. അപ്പോൾ വാട്ടർ ഇൻ ഓയിൽ കൈൻഡ് ഓഫ് എമൽഷൻ്റെ സ്റ്റെബിലിറ്റി ഈ തിയറി വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഓയിൽ ഇൻ വാട്ടർ കൈൻഡ് ഓഫ് എമൽഷനിൽ ദ വാട്ടർ ക്യാൻ dissociate and form ions and it will supply the counter ions present in diffuse layer. നേരെ മറിച്ചിട്ട് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് എമൽഷനിൽ ഈ കൗണ്ടർ അയോൺസ് ഓയിലിന് നൽകാൻ സാധിക്കില്ല. അത് കാരണം ആ ഒരു കേസിൽ ഈ തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല ദി സ്റ്റെബിലിറ്റി ഓഫ് എമൽഷൻ. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ഓഫ് എമൽഷൻസ്. നാലാമത്തെ തിയറി എന്ന് വെച്ചാൽ വിസ്കോസിറ്റി തിയറിയാണ്. വിസ്കോസിറ്റി തിയറി പറഞ്ഞത് ആസ് ദി വിസ്കോസിറ്റി ഓഫ് ദി എമൽഷൻ ഈസ് ഹൈ it becomes more and more stable. ഇപ്പോൾ പ്രധാനമായിട്ട് ഹൈഡ്രോകൊളോയിഡ്സിൻ്റെ കേസിൽ എമൽഷനിൽ സസ്പെൻഡിങ് ഏജൻസ് ആയിട്ട് ഹൈഡ്രോകൊളോയിഡ്സ് യൂസ് ചെയ്യുമ്പോഴാണ് ഈ തിയറി സത്യമായി മാറുക. അതർവൈസ് യു കനോട്ട് ഓൾവേസ് സേ ദാറ്റ് ഹൈലി വിസ്കസ് എമൽഷൻസ് ആർ ഓൾവേസ് സ്റ്റേബിൾ. ഫോർ എക്സാമ്പിൾ വിസ്കോസിറ്റി കുറഞ്ഞ എമൽഷൻസും സ്റ്റേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ മിൽക്ക് ഈസ് എ സ്റ്റേബിൾ എമൽഷൻ, അതിൻ്റെ വിസ്കോസിറ്റി കുറവാണ്. അപ്പോൾ ഹൈഡ്രോകൊളോയിഡ്സ് ഈ എമൾസിഫൈങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്ന എമൽഷൻ്റെ കേസിൽ മാത്രമേ ഇത് സത്യമാവുള്ളൂ, വിസ്കോസിറ്റി തിയറി. ഇത്രയും തിയറീസാണ് സ്റ്റെബിലിറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സാധാരണ യൂസ് ചെയ്യാറുള്ളത്. ദെൻ ദർ ആർ 2 തിയറീസ് വിച്ച് ആർ യൂസ് ടു എക്സ്പ്ലെയിൻ ദി ഫോർമേഷൻ ഓഫ് ടൈപ്പ് ഓഫ് എമൽഷൻ. അതിൽ ഫസ്റ്റ് വേണം ബാങ്ക്രോഫ്റ്റ്സ് റൂളാണ്. ബാങ്ക്രോഫ്റ്റ്സ് റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഫേസ് ഇൻ വിച്ച് an emulsion is soluble becomes the continuous phase. ഇതാണ് ബാങ്ക്രോഫ്റ്റ്സ് റൂൾ പറയുന്നത്. The phase in which the emulsifying agent is soluble becomes the continuous phase. എമൾസിഫൈങ് ഏജൻറ്റ് ഏത് ഫേസിലാണോ സോല്യൂബിൾ ആവുന്നത് ആ ഫേസാണ് കണ്ടിന്യൂസ് ഫേസായി മാറുക എന്നാണ് ബാങ്ക്രോഫ്റ്റ്സ് റൂൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ മോണോവാലൻറ്റ് മെറ്റൽ സോപ്പ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മോണോവാലൻറ്റ് മെറ്റൽ സോപ്പ് സോഡിയത്തിൻ്റെ സോപ്പ്, സോഡിയം സ്റ്റിയറേറ്റ് അങ്ങനത്തെ സോപ്പുകൾ, it is soluble in water, so water becomes the continuous phase. Oil in water type of emulsion ആണ് ഫോം ചെയ്യുന്നത്. Therefore, if you are using a divalent metal soap like calcium soap, this soap is soluble in oil phase, so oil phase becomes the continuous phase, so it forms a water in oil type of emulsion. അപ്പോൾ ബാങ്ക്രോഫ്റ്റ്സ് റൂൾ പറയുന്നതാണ് എമൾസിഫൈങ് ഏജൻറ്റ് ഏത് ഫേസിലാണോ സോല്യൂബിൾ ആവുന്നത് that phase automatically becomes the continuous phase. And another theory is oriented wedge theory. അപ്പോൾ ഓറിയൻറ്റഡ് വെഡ്ജ് തിയറി, വെഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ ആപ്പ് എന്ന് പറയും. ആപ്പ്, ആ താഴെ ഡയഗ്രാം
താഴത്തെ ഡയഗ്രം ശ്രദ്ധിക്കുക. താഴത്തെ ഡയഗ്രത്തിൽ റൈറ്റ് സൈഡിലുള്ളതാണ് ഒരു വെഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് വീതി കൂടിയ ഒരു സർഫേസ് ഉണ്ടാവും. അത് താഴത്തേക്ക് ചെല്ലുമ്പോൾ വീതി കുറഞ്ഞു വരും. അപ്പോൾ വെഡ്ജ് തിയറി പറയുന്നത് വെൻ സർഫാക്റ്റൻസ് ആർ ആഡഡ് ടു എമൽഷൻ they are oriented in the shape of a wedge in the interface between dispersed phase and continuous phase. ഒരു വെഡ്ജിൻ്റെ ഷേപ്പിലാണ് സർഫാക്റ്റൻ മോളിക്യൂൾസ് ഓറിയൻറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ ഇപ്പോൾ ഈ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം ശ്രദ്ധിച്ചാൽ അതിൻ്റെ പോളാർ ഹെഡും ഉണ്ട്. സർഫാക്റ്റൻ മോളിക്യൂൾസ് നോക്കിയാൽ പോളാർ ഹെഡ് ഉണ്ട്, റൗണ്ട് ഷേപ്പിൽ കാണുന്ന പോളാർ ഹെഡാണ്. ദാറ്റ് ഇലോങ്ങേറ്റഡ് പോർഷൻ ഈസ് ദി നോൺ പോളാർ ടെയിൽ. ഇവിടെ അതിൻ്റെ പോളാർ ഹെഡിൻ്റെ സർഫേസ് ഏരിയയാണ് കൂടുതലുണ്ടാവുക. ഹെൻസ് അത് വെഡ്ജിൻ്റെ ടോപ്പ് പോർഷനായിട്ട് മാറുക പോളാർ ഹെഡാണ്. അത് താഴത്തേക്ക് വീതി കുറഞ്ഞ് വരും. അതാണ് ഓറിയൻറ്റഡ് വെഡ്ജ് തിയറി പറയുന്നത്. ഓറിയൻറ്റഡ് വെഡ്ജ് തിയറി പ്രകാരം പോളാർ ഗ്രൂപ്പ് ഈസ് ബൾക്കിയർ. പോളാർ ഹെഡാണ് വലുതെങ്കിൽ ഇറ്റ് റിസൾട്ട്സ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ഓഫ് എമൽഷൻ. ആൻഡ് ഇഫ് ദി ലിപ്പോഫിലിക് portion or hydrophobic tail is greater in surface area or it is bulkier, then it forms water in oil type of emulsion. അപ്പോൾ ഇതാണ് ഓറിയൻറ്റഡ് വെഡ്ജ് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും തിയറീസാണ് സ്റ്റെബിലിറ്റി ആൻഡ് ടൈപ്പ് ഓഫ് എമൽഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.